ഈ ഒരു ട്രോള് കണ്ടപ്പോൾ സത്യത്തിൽ ചിരിയേക്കാൾ കരച്ചിലാണ് വന്നത്. ഈ വീഡിയോ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എക്സാം എഴുതാനായിട്ട് ഏകദേശം 500 കിലോമീറ്റർ ദൂരെയുള്ള മയിലാടുതുറ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാത്രി പറയാണ് നാളെ നിങ്ങളുടെ എക്സാം ഇല്ല. ഈ ഒഫീഷ്യൽ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി നേരത്തെ അറിയിച്ചില്ല. ഈ മയിലാടുതുറ നമുക്ക് എക്സാം സെന്റർ കിട്ടിയത് തന്നെ ഞങ്ങൾ ഓപ്ഷൻ വെച്ച സെന്റർ പോലും അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഇത്രയും ദൂരം ഞങ്ങൾ 32,000 രൂപയോളം സ്പെൻഡ് ചെയ്തിട്ടാണ് വണ്ടി വിളിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടയില്ല, ഫുഡ് കഴിക്കാനുള്ള പ്ലേസ് ഇല്ല, സ്റ്റേ ചെയ്യാനുള്ള പ്ലേസ് ഇല്ല, മര്യാദയ്ക്ക് വണ്ടി പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഈ സെന്റർ തന്നേക്കുന്നത്. റീഫണ്ട് തരണം, റീഫണ്ട് മതി, ഇനി നമുക്ക് വേറെ ഒന്നും വേണ്ടെന്നാണ് നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം. ഈ എക്സാം നടത്തിയാൽ തന്നെ അത് വീണ്ടും ഇതേ സെന്റർ ആണെങ്കിൽ വീണ്ടും നമ്മൾ ഇതേപോലെ വരാൻ നമുക്ക് കഴിയില്ല. നീറ്റിന്റെ PG പരീക്ഷ നടക്കുന്നതിന്റെ തൊട്ട് തലേദിവസം രാത്രി 10 മണിയോടെ റദ്ദാക്കിയപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ പോയിരുന്ന വിദ്യാർത്ഥികളിൽ ചിലരുടെ അനുഭവങ്ങളാണ്. 40 ലക്ഷത്തോളം പേർ എഴുതിയിരുന്ന 3 പ്രധാന പരീക്ഷകളെയാണ് പൊളിച്ച് കയ്യിലേക്ക് കൊടുത്തത്. ഇതിനുവേണ്ടി മാസങ്ങളായി ഉറക്കമിളിച്ച് പഠിക്കുന്നവർ, പല വർഷങ്ങളിലായി റിപ്പീറ്റ് ചെയ്ത് സ്കോർ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ, ഇതിലെല്ലാം ഉപരി 40 ലക്ഷം കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പിടിപ്പേട് കൊണ്ട് ഇല്ലാതായിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് സമൂലമായ ചർച്ച എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് എത്ര മാധ്യമങ്ങളിൽ വാർത്തയായി വന്നു. വലിയ പ്രക്ഷോഭങ്ങൾ രാജ്യത്തെമ്പാടും ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ മാധ്യമങ്ങൾ അത് അഡ്രസ് ചെയ്ത് പോയിട്ടുണ്ടോ? പുതുതലമുറയോട് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങൾ ചെയ്യുന്ന വലിയ ദ്രോഹമാണ് ഈ നീറ്റും നെറ്റും നീറ്റിന്റെ PG എക്സാമിനെ കുറിച്ചും ഉയർന്നു വന്നിരിക്കുന്ന വ്യാപക ക്രമക്കേടുകളെയും സ്കാമുകളെയും കുംഭകോണത്തെയും കുറിച്ചുള്ള വാർത്തകൾ മുക്കുന്നതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.